ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ സച്ചൂസ്. നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഇന്നൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. നമ്മൾ യൂറോപ്പിലാണോ ലണ്ടനിലാണോ എന്നറിയില്ല ഗൈസ്. എവിടെയാണ്. അപ്പം നമ്മളെ രഘു അണ്ണൻ നമുക്ക് ഈ വണ്ടി വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് നല്ല വൃത്തി ഓട്ടിക്കണം തന്നതേ ഉള്ളൂ ഗായ്സ്. അപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ രഘുവണ്ണന് വയ്യാതായി നമ്മളെ വണ്ടിയായിരുന്നത്. രഘുവണ്ണൻ നമുക്ക് പുതിയതായിട്ട് എടുത്തുന്ന വണ്ടിയാണിത്. രഘുവണ്ണന്മാർ നന്നായിട്ട് ഓട്ടിക്കണം, മക്കളെ കൊണ്ട് കളയില്ല. അപ്പം പറഞ്ഞതേ ഉള്ളൂ ഗായ്സ്. ഇന്ന് ട്രിപ്പ് കിട്ടി, ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിങ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വരാം. നമ്മളെ ജുങ്കുരു അതിൻ്റെ പേര് നമ്മൾ ഗൈസ്. ഇനി ഞാൻ ഓരോ ദിവസം ഓരോ പേരിലാണ് ഗൈസ് എന്നെ വിളിക്കണം. അപ്പം ജുങ്കുരു എന്ന് വിളിക്കാം. അപ്പോൾ ജുങ്കുരു ഈ വീഡിയോയിലും വന്നില്ല. അവർ രഘു ഉണ്ടെങ്കിലേ വരുള്ളൂ എന്നാണ് പറയണം. അടുത്ത വീഡിയോ നമ്മൾ കൊണ്ടുവരും ഗൈസ്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി പോവാം ഗൈസ്. പോവാം. റിവേഴ്സൊക്കെ എടുത്ത് നമ്മൾ ആൾക്കാർ അവിടെ വെയിറ്റിങ്ങിലാണ് ഗൈസ്. ഞാൻ ആൾക്കാരിൽ നിന്ന് കുറേ ദൂരെയാണ് നിൽക്കുന്നത്. ഈ വണ്ടി ഇത്തിരി മാനേജ് ചെയ്യാൻ പാടില്ല ഗൈസ്. ഇത്തിരി ഇളക്കം ാണ് പറഞ്ഞില്ലേ ഗൈസ്, ഉണ്ടായിക്കണമെന്നല്ല. നമ്മൾ ആൾക്കാരെ വിളിക്കുക പോവുകയാണ്. അപ്പം നമ്മൾ അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ഓരോരുത്തർ ഇടിച്ചിടിച്ചാണ് ഗൈസ് പോകുന്നത്. നമ്മളെ ആൾക്കാർ ഇത് അവിടെ നിൽപ്പുണ്ട്. നമ്മളെ ചെറുക്കന്മാരെ ഗൈസ് എവിടെയൊക്കെ ഇടിച്ചെന്നറിയില്ല ഗൈസ്. വണ്ടി തകടിപ്പൊടിയായിട്ട് കിട്ടുള്ളൂ. അപ്പം ബലൂണൊക്കെ വെച്ച് കെട്ടിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കിനി യാത്ര തുടരാം. നമ്മളെ രഘുകൊണ്ട് തന്നെ വണ്ടിയുടെ ലൈറ്റൊക്കെ സെറ്റാണ് ഗൈസ്. അകത്തോട്ടൊക്കെ ഒന്ന് കയറിയ കണ്ണ് മഞ്ഞളിച്ച് പോകും ഗൈസ്. കണ്ടോ, മൊത്തം ലേസറാണ്. നമുക്ക് അത് തുടങ്ങാം. ഈ വഴിയാണ് ഗൈസ്. അപ്പം നമ്മൾ പോകുന്നു. അപ്പം നമ്മൾ ജുങ്കുരുവിൻ്റെ തീമാണ് ഗൈസ് ഇന്ന് ടൂറിന് പോകണം. അപ്പം ജുങ്കുരുവിൻ്റെ തീമാണ് നമ്മൾ ഇടിക്കാതെ തന്നെ കൊണ്ടുപോകണം. ഇവന്മാർ എവിടെ ചെന്നാലും ഇങ്ങനെ നമ്മളെ ഫാൻസ് ആയിരിക്കും ഗൈസ് പിള്ളേർ. അപ്പം ജുങ്കുരുവിൻ്റെ തീമാണ് നമ്മൾ നേരെയൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്നെ അവൻ വലിച്ചേറി ഭിത്തിയിലൊട്ടിക്കും ഗൈസ്. ഗൈസ് കണ്ട ഇത്തിരി പാടാണ് ഗൈസ് പൊട്ടിക്കാൻ. അപ്പോൾ അമ്മമാർ പോയി ഞാൻ പൊട്ടണ നമുക്ക് പോവാം ഗൈസ്. MVD കണ്ടില്ലെങ്കിൽ നമുക്ക് ജുങ്കുരു പറഞ്ഞ സ്ഥലം വരെ എത്താം ഗൈസ്. വളയ്ക്കലെന്ന് എനിക്കിത്തിരി അറിയില്ല. ജുങ്കുരുവിൻ്റെ വണ്ടിയാണ്. ജുങ്കുരുവിൻ്റെ വണ്ടിയാണ്. ഇപ്പം നമ്മൾ രഘുവണ്ണ ജുങ്കുരുവിൻ്റെന്ന് എനിക്ക് തരാമെന്നും പറഞ്ഞും സച്ചുവിന് തരാമെന്നും പറഞ്ഞ് വാങ്ങിച്ചാണ്. അപ്പം ജുങ്കുരു നമ്മളത് അങ്ങനെയൊന്നും പറയില്ല, തരൂല എന്നൊക്കെ പറയാറില്ല. എല്ലാം സീനിലാണ് നിൽക്കുന്നത്. ചുമ്മാ അല്ല ഗൈസ്, ഇതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ കയറുന്നു. അപ്പം നമ്മളിൽ ഇന്ന് പാട്ടില്ല ഗൈസ്. എന്ത് ചെയ്യാൻ, കഷ്ടമായിപ്പോയി ഗൈസ്. ഇന്നും പാട്ടില്ല. നമ്മളിനി എന്ത് ചെയ്യും പറയൂ ഗൈസ്. നമുക്ക് തന്നെ പാടാമോ എന്നാണ് എൻ്റെ ചിന്ത. അപ്പം നമുക്ക് പാടിയാലോ.
പാടണ്ടല്ലേ ഗൈസ്. അപ്പോൾ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി. വണ്ടി എടുക്കാൻ പറ്റും നോക്കാം ഗൈസ്. വണ്ടി ഓണാവുന്നില്ല. ഗൈസ് വണ്ടി ഓണായി. നമുക്കിനി പോവാം ഗൈസ്. വണ്ടി എടുത്ത് ഓണായി. നമ്മൾ ജുങ്കുരു പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ഈ ജുങ്കുരു അല്ല ഈ ഊട് വഴിയൊക്കെ പറഞ്ഞു വരുള്ളൂ. നമ്മൾ ആ അറയ്ക്കലും എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ ജുങ്കുരു ആഗ്രഹിച്ചു തന്ന വണ്ടിയല്ലേ എന്നും പറഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന അതിൻ്റെ ഇടയ്ക്കാണ് എന്തിനാണ് ഗൈസ്. മൊത്തം മുടുക്ക് വഴിയാണ് ഗൈസ്. നമ്മൾ ഈ ഒരുമാതിരി വളവുകളാ നിൽക്കുന്ന വണ്ടിയും കൊണ്ട് എങ്ങനെ പോകാനാ? നമ്മൾ ഭാഗ്യം നിന്ന് അങ്ങെത്തിയ ഭാഗ്യം ഗൈസ്. ഇപ്പം നമ്മൾ എത്തും. ഇപ്പം ജുങ്കുരുവിൻ്റെ ആൾക്കാരൊക്കെ ഫുൾ ഓണിലാണ്. പാട്ടും വേളൊക്കെ കേൾക്കാൻ പറ്റും. പാട്ടെൻ്റെതാണ് ഗൈസ്. പാട്ട് ഇട്ടുകൊടുക്കാൻ നമ്മളെയൊന്നും ഇല്ല. ലൈറ്റൊക്കെ കൊണ്ടവർ തൃപ്തിപ്പെടുത്തേ. എങ്ങനെ എന്തിനാണിക്കണം? നമ്മളെ വണ്ടിയിൽ എല്ലാത്തിലും ഒരേ ഹോണാണ് ഗൈസ്. സുഹൃത്തുക്കളെ നമ്മൾ യാത്ര പോകുന്നു. ചിറ്റിരി ചിറ്റി ഡോറ, ചിറ്റിരി ചിറ്റി ഡോറ, ഡോറ 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 ഇവിടെ പ്രയാണം. നമ്മളാ പാട്ടൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു ഗൈസ്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ മിണ്ടാതെ അങ്ങ് പോണേ നല്ലത്. നമുക്കിവിടെ ഫ്രണ്ടിൽ ആംബുലൻസ് ഉണ്ട്. ആംബുലൻസിനെ വെട്ടിച്ച് ഫൈനൊന്നും അടയ്ക്കൂലല്ലോ. സിഗ്നൽ വീണ് ഗൈസ്. സിഗ്നലിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ക്യാബിൻ സെറ്റ് അല്ലേ ഗൈസ്. നമ്മളെ വണ്ടിയിലെ നല്ല കൂൾ ക്യാബിനാണ്. ഇപ്പം ഈ വീഡിയോ പോസിറ്റീവാണ് വിചാരിക്കും. നമ്മൾ കഥമൊക്കെ തുറന്ന് കടയ്ക്കാൻ ഗൈസ്. അല്ലെങ്കിൽ ഏതെങ്കിലും കൊച്ചുങ്ങൾ ചെറിച്ചു പോയാൽ നമ്മൾ മുടുക്ക് വഴി കൂടി വീണ്ടും യാത്ര തുടരുന്നു ഗൈസ്. നമ്മളെ വണ്ടിയിൽ ഈ വണ്ടിയിൽ അത് കറക്റ്റ് ഫോട്ടോ വെച്ചിട്ടുണ്ട്. തലയൊട്ടി കണ്ട ബ്രേക്ക് പിടിച്ച് നാടേന് ഗൈസ്. നമുക്ക് വണ്ടി ലൈറ്റൊക്കെ ഒന്ന് സന്ദർശിച്ചു. ഇതാ നമ്മൾ ജുങ്കുരു എടുത്തു തന്ന വണ്ടി. ഗൈസ് മനെ ജുങ്കുരു കുറെ സിഗ്നൽ ഗൈസ്. ഇവനെന്ത് പറ്റി? നമ്മൾ ഈ ഒരിടത്ത് ഇടിക്കാതെ പോകും ഗൈസ്. ജുങ്കുരുവിൻ്റെ വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഇടിച്ചിട്ടോ ഒന്നും പറയാത്തത്. പോവുകയാണ്. തേരിയാണ് ഗൈസ്. ഇങ്ങോട്ട് ഓഫ് റോഡാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ഓഫ് റോഡാണ് അവ എടുത്ത് തന്നിരിക്കുന്നത്. ഇവനെ ആ ജുങ്കുരുവിനെ തിരിച്ചു പോയിട്ട് നല്ല കൊടുക്കും ഗൈസ്.
ഈ ഓഫ് റോഡ് ഇഷ്ടമില്ലാത്തതിൻ്റെ ഗൈസ്. ബാലൻസ് നിൽക്കൂല. ആ പ്ലേസ് ഓഫ് റോഡ് കയറിപ്പോകുന്നു ഗൈസ്. ഓഫ് റോഡ് അല്ല ഗൈസ്, ഇതൊരു മുടുക്ക് വഴിയാ. നമ്മൾ വളവ് തിരിഞ്ഞ് പിറകിങ്ങനെ വണ്ടി ഇടിക്കാതെ സെൽമൻ കിടക്കാൻ പോകുന്നു ഗായ്സ്. ഗായ്സ് നമ്മൾ സെൽമൻ കഴിഞ്ഞു. നമ്മൾ ഇനി ഏതോ ഒരു ദിശയിലേക്കാണ് ഗൈസ് പോകുന്നത്. ഏതോ ഒരു ദിശയിലേക്ക് ഗൈസ് പോകുന്നു. അപ്പം ഗൈസ് നമ്മൾ ആ ബലൂണൊക്കെ അയച്ചു കളഞ്ഞു. ബലൂണൊക്കെ ഒതുക്കിയിട്ടൊക്കെ അയച്ച് കളഞ്ഞ് നമുക്കിനിപ്പോൾ കാണാൻ പറ്റിയായിരിക്കും നമ്മൾ അയച്ചു കളഞ്ഞു ഗൈസ്. ചിടിച്ചിരിക്കുന്ന നമ്മൾ പോയി ഗൈസ്. അപ്പോഴത്തെ മിററിൽ കൂടി നമുക്ക് കാണാം. ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. മഴയും കൂടി ഗൈസ്, സ്ലിപ്പായിരിക്കും. ഹോണ ചെവിയും കേട്ടുണ്ടോ? വീണ്ടും ചെക്ക് പോസ്റ്റ് നമ്മളെ NVIDIA കാണുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് ഗൈസ്. NVIDIA കാണല്ലേ. മൊത്തം ലൈറ്റാണ് ഗൈസ് നമ്മളെ വണ്ടി. നമ്മളെ വണ്ടിയെ പേര് നിങ്ങൾ മറന്നു. ബ്യൂട്ടി ഹോളിഡേയ്സാണ് നമ്മൾ പോകുന്നത്. പോയ ഗൈസ്. പോകുന്നില്ല ഗൈസ്. ഇടിച്ചോണ്ട് കൊണ്ടുപോകേണ്ടി വരും. നമുക്കിവിടെ എന്താണ് ഗൈസ് പറ്റിയത്? നമ്മളിവിടെ സ്റ്റക്കായി ഗായ്സ്. നമ്മൾ എല്ലാ വണ്ടിയും ഇടിച്ചിട്ട് പിറകിലോട്ട് എടുത്തു ഗായ്സ്. ഇടിച്ച് തെറിപ്പിച്ച ഗൈസ്.
നമ്മൾ ഈ ചെക്ക് പോസ്റ്റും കടന്ന് നമ്മൾ അത്രയും നേരം ആ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അവിടെ നമ്മൾ തൂക്കും ഗൈസ്. ടൂറ് കഴിയട്ടൊന്ന് നമ്മളെ ജുങ്കുരുവും നമ്മളെ രഘുവണ്ണൻ്റെ ടീമുമായിട്ട് വരും. രംഗണ്ണനാണ് നമ്മളെ രഘുവണ്ണൻ. അപ്പം നമ്മൾ അടുത്ത തുടങ്ങി ഗൈസ്. അടുത്ത സ്റ്റേഷൻ എത്തി. ഇപ്പം നമ്മളെ ജുങ്കുരു പറഞ്ഞ സ്ഥലം എത്താറായി ഗൈസ്. അപ്പം നമ്മൾ ഈ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നല്ല വിഷമത്തോടെ നമ്മളെ കുട്ടികളൊക്കെ പോകുന്നത് ഗൈസ്. എന്ത് ചെയ്യാനല്ലേ ഗൈസ്. ബ്ലേസൊക്കെ നോക്ക് ഗൈസ്, നോക്ക് ഇവിടെ ഒരു ഗോപുരം കാണാം ഗൈസ്. ആ മരത്തിൻ്റെ ഇടയിൽ കൂടി കയറി ഇടിക്കുന്നു. നോക്ക് ഗൈസ്, റൈറ്റ് സൈഡിൽ കണ്ടോ ഗൈസ്. അവിടെ നമ്മളെ നോക്കി നിന്ന് എല്ലാവരും ഇൻട്രസ്റ്റ് കളയണ്ട. പോവാം ഗൈസ്. ഇല്ലേ സ്ഥലത്താറായി. ഇല്ലേക്ക് പോകാനുള്ള സ്ഥലം എല്ലാവരും ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ പിള്ളേരൊക്കെ ഇറങ്ങിപ്പോയി ഗൈസ്. നമ്മളെ വണ്ടി ശൂന്യമായി. വെറുതെ നിന്ന് ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അടിച്ച് പൊട്ടിച്ചാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ നമ്മളെ എന്തു പറയാം ഗൈസ്, എന്തു പറയണം. ഈ നമ്മൾ ലൈക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാന്ന് വെച്ചാൽ ആ വെള്ള സാധനം നീലയാക്കാനാണ്. അത് വെള്ളയാക്കി തന്നെ ആക്കാനല്ല. ആ സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ ചുവപ്പ് സാധനം ചുവപ്പ് തന്നെ ആക്കാനല്ല, വെള്ളയാക്കണം. വെള്ളയ്ക്കാൻ കറുപ്പാക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.